കടലിന് കുറുകെയുള്ള രാജ്യത്തെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. 77 മീറ്റർ നീളം, 10 മീറ്റർ വീതി. കടലിന് കുറുകെയുള്ള രാജ്യത്തെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് 133 അടി ഉയരത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ 2024 ഡിസംബറിൽ പൊതുജനങ്ങൾക്കായി കന്യാകുമാരിയിൽ തുറന്ന കണ്ണാടിപ്പാലത്തിന് വിശേഷണങ്ങൾ ഏറെയാണ്. കന്യാകുമാരി വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളുവർ പ്രതിമയ്ക്കും മധ്യയാണ് കണ്ണാടിപ്പാലം സ്ഥിതി ചെയ്യുന്നത്. മുൻപ് വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളുവരുടെ പ്രതിമയിലേക്ക് എത്താൻ ഫെറി സർവീസിനെയാണ് സഞ്ചാരികൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മനോഹരമായ കടൽ കാഴ്ചകൾ ആസ്വദിച്ച് കടലിന് മുകളിലൂടെ നടക്കുന്ന പ്രതീതിയിൽ സഞ്ചാരികൾക്ക് സുരക്ഷിതമായി തിരുവള്ളുവരുടെ പ്രതിമയിലേക്ക് എത്താൻ കഴിയും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം പ്രക്ഷുബ്ധമായ കടലും വേലിയേറ്റവും കാരണം വിവേകാനന്ദ പാറയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് പലപ്പോഴും തിരുവള്ളുവർ പ്രതിമയിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് തിരുവള്ളുവർ പ്രതിമയിലേക്ക് എത്താൻ പാലം നിർമ്മിക്കാനാണ് സർക്കാർ ആദ്യം പദ്ധതിയിട്ടത്. എന്നാൽ വിനോദസഞ്ചാര സാധ്യതയും കൂടി കണക്കിലെടുത്ത് കണ്ണാടിപ്പാലം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കണ്ണാടിപ്പാലത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. 10 മീറ്റർ വീതിയുള്ള പാലത്തിൽ 2.5 മീറ്റർ വീതിയിലാണ് കണ്ണാടിപ്പാത ഒരുക്കിയിരിക്കുന്നത്. പാലത്തിന്റെ ഇരുഭാഗത്തും കോൺക്രീറ്റ് ചെയ്ത ടൈൽ പാകിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 37 കോടി രൂപയാണ് തൂക്കുപാലത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന കണ്ണാടിപ്പാലത്തിന്റെ നിർമ്മാണ തുക. സംസ്ഥാന ഹൈവേ വകുപ്പിനായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല. ശക്തമായ കടൽക്കാറ്റ്, ഉപ്പുവെള്ളം, മണ്ണൊലിപ്പ് എന്നിവയെ ചെറുക്കുന്ന രീതിയിലാണ് കണ്ണാടിപ്പാലത്തിന്റെ നിർമ്മാണം. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വിനോദസഞ്ചാരികൾ കണ്ണാടിപ്പാലത്തിൽ കയറാനും കാഴ്ചകൾ ആസ്വദിക്കാനുമായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ കന്യാകുമാരിയുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനാണ് പാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തത്. മുൻ മുഖ്യമന്ത്രി എം കരുണാനിധി തിരുവള്ളുവർ പ്രതിമ അനാച്ഛാദനം ചെയ്തതിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഉദ്ഘാടനം നടന്നത്. ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഗ്ലാസ് പാലം കന്യാകുമാരിയിലെ ഒരു പ്രധാന ആകർഷണമായി മാറുമെന്ന് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള ബൗസ്റ്റിംഗ് ആർച്ച് ഡിസൈൻ സൗന്ദര്യാത്മക ആകർഷണവും ഈട് നിൽക്കുന്നതും ഉറപ്പാക്കുന്നു. സുതാര്യമായ ഗ്ലാസ് പ്രതലം കടലിന്റെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. സന്ദർശകർക്ക് സമുദ്രത്തിന് മുകളിലൂടെ നടക്കാനുള്ള ഒരു പ്രതീതി നൽകുന്നു. മുൻപ് വിവേകാനന്ദ സ്മാരകത്തിനും തിരുവള്ളുവർ പ്രതിമയ്ക്കും ഇടയിൽ യാത്ര ചെയ്യാൻ സന്ദർശകർക്ക് ഫെറി സർവീസുകളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ യാത്രാ സമയം കുറയ്ക്കുകയും സൗകര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പാലം സാധ്യമായിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്കും സന്തോഷം നൽകുന്നതാണ്. നൂതന നിർമ്മാണ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച പാലം ഉയർന്ന ആർദ്രത, ഉപ്പ് കലർന്ന കടൽവായു, മണ്ണൊലിപ്പ് എന്നിവയുൾപ്പെടെയുള്ള കഠിനമായ തീരദേശ സാഹചര്യങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിനാൽ തന്നെ ഇത് ദീർഘകാല ഘടനാപരമായ സമഗ്രത ഉറപ്പാക്കുന്നു. 2 ചരിത്ര സ്മാരകങ്ങളെ ബന്ധിപ്പിച്ച് ആധുനിക എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നതിനൊപ്പം പാലം തമിഴ്നാടിന്റെ സമ്പന്നമായ പൈതൃകം ആഘോഷിക്കുന്നു. പ്രാദേശിക ടൂറിസത്തെയും അനുബന്ധ വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ സുപ്രധാന നിക്ഷേപം പ്രതിഫലിപ്പിക്കുന്നത്. കന്യാകുമാരിയെ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ദർശന പദ്ധതി എന്നാണ് പാലത്തെ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിശേഷിപ്പിച്ചത്.